നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരം പൂരലഹരിയിലേക്ക്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ. സാമ്പിൾ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ദുരന്ത നിവാരണ സേനയടക്കം 2750 പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി രംഗത്തുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്. കൺട്രോൾ റൂമിന് സമീപത്തായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷണർ. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ലിസ്റ്റായി. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി ശിവസുന്ദറും പാറമേക്കാവിനു വേണ്ടി പത്മനാഭനും തിടമ്പേറ്റും. മെയ് 16 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഗുണകരമായ പരിവർത്തനമുണ്ടാകുമെന്ന BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജനപിന്തുണ കുറഞ്ഞെന്നും കൃഷ്ണദാസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരം പൂരലഹരിയിലേക്ക്. മഹാപൂരത്തിന്റെ മതിവര കാഴ്ചകളിലേക്ക് ദൃശ്യജാലകം തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പൂരപ്രേമികൾ കാത്തിരുന്ന പൂരം വെള്ളിയാഴ്ചയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നഗരം പൂരക്കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞാടും. നാളെ രാവിലെ 11-ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ആരംഭിക്കുന്നതോടെ തട്ടകക്കാർ പൂരാവേശത്തിലേക്ക് കടക്കുകയായി. വൈകിട്ട് 7-ന് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തിരിതെളിയും. പാറമേക്കാവ് വിഭാഗമാണ് സാമ്പിൾ വെടിക്കെട്ടിന് ആദ്യം തിരിതെളിയിക്കുക. പാറമേക്കാവ് വിഭാഗത്തിനു വേണ്ടി ദേശമംഗലം സുരേഷ് ബാബുവും തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി മുണ്ടത്തിക്കോട് സതീഷുമാണ് കരിമരുന്നിന്റെ ദൃശ്യവിസ്മയം ഒരുക്കുന്നത്. സാമ്പിൾ കാണാനെത്തുന്ന പൂരപ്രേമികൾക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരുക്കിയ നിലപ്പന്തലുകളിൽ വർണ്ണദീപങ്ങൾ പ്രഭ ചുരിയും. സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തും. നാളെ വൈകിട്ട് 4 മുതൽ തൃശൂർ സ്വരാജ് റൌണ്ടിൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 36 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പൂരക്കാഴ്ചകൾക്ക് തുടക്കം കുറിച്ച് വ്യാഴാഴ്ച രാവിലെ 11-ന് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറന്നുകൊടുക്കും. രാവിലെ 9:30-ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ തുടക്കമാകും. നിറക്കാഴ്ചകൾ ഒരുക്കി വിശ്വപ്രസിദ്ധമായ പൂരം 36 മണിക്കൂർ നീണ്ടുനിൽക്കും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥനെ കണ്ട് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരത്തിന് സമാപനമാകും. പൂരത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൂരം പ്രദർശനം കാണാൻ ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത്. സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂരനഗരിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. സാമ്പിൾ വെടിക്കെട്ട് ദിനത്തിൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. വൈകിട്ട് 5 മുതൽ റൌണ്ടിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കും. ചമയ പ്രദർശനം നടക്കുന്നതിനാൽ വ്യാഴാഴ്ച ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനച്ചമയം കൌസ്തുഭം ഹാളിലായതിനാൽ ഷൊർണൂർ റോഡിൽ വ്യാഴാഴ്ച ഗതാഗത നിയന്ത്രണമുണ്ടാകും. പൂരദിനത്തിൽ രാവിലെ 8 മുതൽ ആരംഭിക്കുന്ന ഗതാഗത നിയന്ത്രണം പിറ്റേന്ന് പകൽ പൂരം കഴിയുന്നതുവരെ തുടരും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ലിസ്റ്റായി. പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവിനു വേണ്ടി പാറമേക്കാവ് പത്മനാഭനും തിടമ്പേറ്റും. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി രാത്രി പൂരത്തിന് തിടമ്പേറ്റുന്നത് തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരനാണ്. പാറമേക്കാവിനായി രാത്രി ഗുരുവായൂർ നന്ദനൻ തിടമ്പേറ്റും. പൂരപ്പിറ്റേന്ന് തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവ് പത്മനാഭനും ഇരുവിഭാഗങ്ങൾക്ക് വേണ്ടി തിടമ്പേറ്റും. ഇരുവിഭാഗങ്ങളിലുമായി 81 ആനകൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടൻകുളങ്ങര ദേവസ്വം അർജുനൻ, ചെമ്പൂത്ര കാളിദാസൻ, അന്നമനട ഉമാമഹേശ്വരൻ, ശങ്കരംകുളങ്ങര ദേവസ്വം മണികണ്ഠൻ, ഗുരുജി പത്മനാഭൻ എന്നീ ആനകൾ തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി അണിനിരക്കും. പാറമേക്കാവ് രാജേന്ദ്രൻ, പാറമേക്കാവ് ദേവീദാസൻ, പാറമേക്കാവ് കാശിനാഥൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ഗുരുവായൂർ ശങ്കരനാരായണൻ എന്നീ ആനകൾ പാറമേക്കാവിന് ഒപ്പമുണ്ട്. മൊത്തം ആനകളിൽ നിന്നാണ് ഘടകപൂരങ്ങൾ എഴുന്നള്ളിക്കുന്ന ആനകളെ ഇരു ദേവസ്വങ്ങളും വിട്ടുനൽകുക. ദുരന്ത നിവാരണ സേനയടക്കം 2750 പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി രംഗത്തുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 ഡിവൈഎസ്പിമാർ, 50 CIമാർ, 200 SIമാർ, 175 വനിതാ പോലീസ്, 100 ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം എന്നിവരടങ്ങിയ ടീമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി രംഗത്തെത്തുക. ഇതുകൂടാതെ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയും സുരക്ഷാ പരിശോധന നടത്തും. നഗരത്തിലെ 16 CCTV ക്യാമറ കൂടാതെ പൂരനഗരിയിൽ 40 CCTV ക്യാമറകൾ കൂടി സ്ഥാപിച്ച് നിരീക്ഷണം നടത്തും. തേക്കിൻകാട് മൈതാനത്ത് സ്പെഷ്യൽ കൺട്രോൾ റൂം തുറക്കും. കൺട്രോൾ റൂമിന് സമീപത്തായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ സർവീസും ശബ്ദ മലിനീകരണവും ഉണ്ടാക്കുന്ന വാദ്യോപകരണങ്ങളും
നിരോധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ മദ്യനിരോധനം കർശനമായി നടപ്പാക്കും. പഴകിയ കെട്ടിടങ്ങളിൽ ജനങ്ങളെ കയറ്റുന്നത് കർശനമായി തടയും. ഇത്തരം കെട്ടിടങ്ങൾ പോലീസ് നിയന്ത്രണത്തിൽ ആയിരിക്കും. സ്ത്രീകൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലുകൾ, ലോഡ്ജുകൾ എന്നിവിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തും. സ്വരാജ് റൌണ്ടിലെ പെട്രോൾ പമ്പുകൾ സുരക്ഷയുടെ ഭാഗമായി അടച്ചിടാൻ നിർദ്ദേശം നൽകും. പൊതുജനങ്ങൾക്ക് പോലീസ് കൺട്രോൾ റൂം നമ്പറായ 100-ന് പുറമെ 2422-2003 എന്ന നമ്പറിലും പോലീസ് സേവനം നേടാവുന്നതാണെന്നും കമ്മീഷണർ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ സംയോജിത സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ് അറിയിച്ചു. 5 മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകളും 16 ആംബുലൻസുകളും പൂരത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കുടമാറ്റ സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും. ഫയർ സർവീസ്, ഫോറസ്റ്റ്, വെറ്ററിനറി വിഭാഗങ്ങളുടെയും ആക്ട്സ്, എലിഫന്റ് വെൽഫെയർ അസോസിയേഷൻ എന്നീ സന്നദ്ധ സംഘടനകളുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. മെയ് 16-ന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഗുണകരമായ പരിവർത്തനമുണ്ടാകുമെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് അവലോകന യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണദാസ്. ഇതുവരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും സാന്നിധ്യം ഇല്ലാതാകാൻ പോകുകയാണ്. ഇതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഷ്ട്രം വിമുക്തമാകും. നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായും ശാരീരികമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഈ മാസം 16-ന് ശേഷം മനസ്സിലാകും. കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജനപിന്തുണ കുറഞ്ഞു. കേരളത്തിൽ ബിജെപിക്ക് വിജയപ്രതീക്ഷയുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ബിജെപി ഓഫീസിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം കെ വി ശ്രീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രവികുമാർ ഉപ്പത്ത്, എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്രമേളകളെ പ്രോത്സാഹിപ്പിക്കാൻ അധികാരികളും പൊതുസമൂഹവും ഒരുപോലെ തയ്യാറാകണമെന്ന് ചലച്ചിത്ര താരം ശാരദ പറഞ്ഞു. തൃശൂരിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പണ്ട് കേരളത്തിന്റെ സംസ്കാരം പ്രതിഫലിക്കുന്ന ചിത്രങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം. എന്നാൽ അത്തരം ചിത്രങ്ങൾ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ഒരാൾ 10 പേരെ അടിച്ചിടുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് കൂടുതലായി ഇറങ്ങുന്നത്. നല്ല സിനിമകൾ ഇറങ്ങിയാൽ ഇത്തരം കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റമുണ്ടാകും. തുലാഭാരമാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത്. ജനിച്ചത് ആന്ധ്രയിലും വളർന്നത് തമിഴ്നാട്ടിലുമാണെങ്കിലും തനിക്ക് ജീവിതം നൽകിയത് മലയാളക്കരയാണ്. തൃശൂരിൽ താൻ സിനിമയുടെ ഭാഗമായി ഏറെ താമസിച്ചിട്ടുണ്ടെന്നും തനിക്കേറെ ഇഷ്ടമുള്ള ഇടമാണെന്നും ഇവിടേക്ക് വീണ്ടും വരാനായത് ഭാഗ്യമാണെന്നും ശാരദ പറഞ്ഞു. സിനിമാ പൂരത്തിന് ഉർവശി ശാരദ ഔദ്യോഗികമായി തിരിതെളിയിച്ചു. പ്രമുഖ വ്യവസായി ടി എ സുന്ദർമേനോൻ ശാരദയെ പൊന്നാട അണിയിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഗജരാജ ശില്പം സമ്മാനിച്ചു. മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ഗിരീഷ് കാസർവള്ളി, വിദ്യാർത്ഥി ചാറ്റർജി, ജോസ് കാട്ടുകാരൻ, കെ രാധാകൃഷ്ണൻ, ഡോക്ടർ എം ഉസ്മാൻ, ജോസി ചാണ്ടി, ചെറിയാൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദീപ്ത ഭട്ടാചാര്യയുടെ ബഗിത ദേക്തി ഗോട്ടോ എന്ന ബംഗാളി സിനിമയായിരുന്നു ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്. പിന്നെ കുറെ പടങ്ങൾ എത്രയോ ആൾക്കാരെ കരയിപ്പിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഫെയിൽഡ് ആയിട്ടുള്ള സ്ത്രീകൾ അതൊക്കെ നടന്നു. പക്ഷേ എനിക്ക് ജീവിതം നൽകിയെന്ന് വെച്ചാല് ഒരു തെലുങ്കിൽ നിന്ന് മാറി ഇങ്ങോട്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുറുമാലി പാലത്തിന് സമീപം വൃദ്ധ ട്രെയിൻ തട്ടി മരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 70 വയസ്സ് തോന്നിക്കുന്ന വൃദ്ധ ചുവന്ന ബ്ലൌസും കള്ളിമുണ്ടുമാണ് ധരിച്ചിട്ടുള്ളത്. റെയിൽപാത മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം നടന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടമുട്ടം പാലപ്പെട്ടി ബീച്ച് പാനയ്ക്കപ്പറമ്പിൽ തിലകന്റെ മകൻ 36 വയസ്സുള്ള ബിജീഷാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5-ന് ചന്ദ്രാപ്പിന്നി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. വിജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തൂക്കിയിട്ടിരുന്ന ബാഗ് ചക്രത്തിനുള്ളിൽ കുടുങ്ങിയതാണ് അപകട കാരണം. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ വിജീഷിനെ ചന്ദ്രാപ്പിന്നിയിലെ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച വൈകിട്ട് മരിക്കുകയായിരുന്നു. വിദേശത്തായിരുന്ന വിജീഷ് 2 ആഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ഇരിങ്ങാലക്കുട എസ്ഐ എം ജെ ജിജോയുടെ അതിരപ്പിള്ളിക്കടുത്തുള്ള വീട്ടിൽ ആക്രമണം. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഹീറോ ഹോണ്ട ബൈക്ക് തീവെച്ച് നശിപ്പിച്ചു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന സാൻഡ്രോ കാറിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30-യോടെയാണ് അരൂർമൊഴി റോഡരികിലുള്ള വീട്ടിൽ സംഭവം നടന്നത്. ജിജോയുടെ പിതാവ് മേച്ചേരി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ജിജോയ്ക്ക് പുറമെ സഹോദരനും മലയ്ക്കപ്പാറ സ്റ്റേഷനിലെ CPOയുമായ ലിജോയും താമസിക്കുന്നുണ്ട്. മൂർക്കനാട് സംഭവവുമായി ബന്ധപ്പെട്ട് എസ്ഐ ജിജോയ്ക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് 2 ദിവസം അരൂർമൊഴിയിലെ വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു.
തീ ആളിപ്പടരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ബൈക്ക് പൂർണ്ണമായും കത്തിയിരുന്നു. വിവരമറിഞ്ഞ് ചാലക്കുടി ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ, സിഐ വി.ടി. സാജൻ, ഇരിങ്ങാലക്കുട സിഐ മധു എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ വൈദികനെ തെളിവെടുപ്പിനായി ഉല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫാദർ രാജു കൊക്കനെയാണ് 2 ദിവസത്തെ തെളിവെടുപ്പിനായി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. തൈക്കാട്ടുശ്ശേരി പള്ളി വികാരിയായിരുന്ന ഫാദർ രാജു കൊക്കനെ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 2 ദിവസം മുൻപാണ് ഷാഡോ പോലീസ് പിടികൂടിയത്. PG അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി. PG ഡോക്ടർമാരുടെ പോസ്റ്റിംഗുകൾ നടപ്പാക്കുക, ഹോസ്റ്റൽ സൌകര്യം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. ഇതിന്റെ ഭാഗമായി PG ഡോക്ടർമാർ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. PG ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ, സെക്രട്ടറി PS കൃപാൽ, ട്രഷറർ വൈശാഖ് R. റാം എന്നിവർ നേതൃത്വം നൽകി. അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ വാർഡ് എന്നിവിടങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമരത്തിന്റെ ഭാഗമായി രോഗി പരിചരണം, ക്ലാസുകൾ എന്നിവയിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി ബുധനാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. കൊടുങ്ങല്ലൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസുകാരനെതിരെ കേസെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മേത്തല സ്വദേശി സുധാകരനെതിരെയാണ് CI KJ പീറ്റർ കേസെടുത്തത്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഏപ്രിൽ 20-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കൊടുങ്ങല്ലൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കൂട്ടുകാരിയെ കാണാനെത്തിയ പെൺകുട്ടിയെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കുട്ടിയുടെ രക്ഷിതാക്കൾ രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിലും ജില്ലാ റൂറൽ SP ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പാർലിക്കാടിൽ ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. പാർലിക്കാട് കാഞ്ഞവളപ്പിൽ 48 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി പൂരവിശേഷങ്ങൾ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട, കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്, പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ. ആദ്യം ഓർമ്മപ്പൂരം. ലോകത്തിന്റെ കണ്ണും കാതും മനസ്സും ഒഴുകിയെത്തുന്ന വിശ്വവിസ്മയമായ തൃശൂർ പൂരത്തെ വരവേൽക്കാൻ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഒരുങ്ങി. ഇന്റർനെറ്റിലൂടെയുള്ള പൂരക്കാഴ്ചകളിലേക്ക്. ഇന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും തങ്ങളുടെ ഓർമ്മകളും ആശയങ്ങളും സൂക്ഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും ഇന്റർനെറ്റിലൂടെയാണ്. പുതുപുത്തൻ ചമയങ്ങളണിഞ്ഞ ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾ, സുഹൃതം ചെയ്ത വിരലുകളാൽ തീർക്കുന്ന പഞ്ചവാദ്യം, മേളപ്രളയം തീർക്കുന്ന പാണ്ടി, വർണ്ണവും ശബ്ദവും സമ്മേളിക്കുന്ന കരിമരുന്ന് പ്രയോഗം, നിറങ്ങളിൽ നീരാടുന്ന കുടമാറ്റം, അങ്ങനെ തൃശൂർ പൂരത്തിന്റെ ദൃശ്യവിസ്മയങ്ങൾ ഓരോന്നും ഇന്റർനെറ്റിലൂടെ ഒഴുകുകയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ബ്ലോഗ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ തൃശൂർ പൂരം അരങ്ങു തകർക്കുകയാണെന്ന് വേണം പറയാൻ. പൂരം കൊടിയേറ്റം മുതലുള്ള ഓരോ ചടങ്ങുകളും മൊബൈലിൽ പടമെടുത്ത് അപ്പപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് ഓരോ മലയാളിയും. വിദേശത്ത് കഴിയുന്ന തങ്ങളുടെ സുഹൃത്തുക്കൾക്കും വിദേശികളായ പൂരപ്രേമികൾക്കും പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും അതിന്റെ തനിമയോടെ എത്തിക്കാനാണ് ഓരോ മലയാളികളുടെയും ശ്രമം. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ പൂരം തത്സമയം കാണാനുള്ള സംവിധാനങ്ങൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. TCV ഓൺലൈനും 36 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം അണുയുടെ വിടാതെ പ്രേക്ഷകരിലെത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണുനിറയെ കാഴ്ചയുടെ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന തൃശൂർ പൂരം ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ളവർ തങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൂരപ്പാട്ടുകളും പൂരക്കവിതകളും പൂരചിത്രങ്ങളും പങ്കുവയ്ക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും തേക്കിൻകാട് മൈതാനത്തുനിന്ന്
ആവേശത്തോടെ പൂരം കാണാനുള്ള ഒരുക്കത്തിലാണ് ഓരോ പൂരപ്രേമിയും. TCV ന്യൂസ്, തൃശൂർ. ആനത്തറവാട്ടിലെ തമ്പുരാനാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. തൃശൂർ പൂരത്തിന് തിടംപേറ്റിയ രംഗനാഥൻ ചെരിഞ്ഞ് 97 വർഷമാകുന്നു. ഈ കൊമ്പന്റെ പ്രൗഢി തൃശൂർ മ്യൂസിയത്തിൽ ഇന്നും കാണാം. പതിനൊന്നടി 4 ഇഞ്ച് ഉയരം. തിടമ്പെടുത്താൽ കൂട്ടത്തിലെ ഏതാനയേക്കാളും ഒരടി ഉയരത്തിലായിരിക്കും തലപ്പൊക്കം. ഒരു നൂറ്റാണ്ട് മുമ്പ് ആനകളിലെ തമ്പുരാനായിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥൻ. രംഗനാഥൻ ചെരിഞ്ഞത് 1917. പക്ഷേ പേരെടുത്ത രംഗനാഥനെ കുഴിച്ചുമൂടാൻ ആരും തയ്യാറായില്ല. ആനയുടെ അസ്ഥികൂടം സൂക്ഷിക്കാൻ തീരുമാനിച്ചു. തൃശൂർ മൃഗശാലയിലെ മ്യൂസിയത്തിൽ ഇന്നും രംഗനാഥന്റെ അസ്ഥികൂടമുണ്ട്. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയെ കേരളത്തിലെത്തിച്ചത് അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ്. 1905 1500 രൂപയ്ക്കാണ് ഈ ആനയെ വാങ്ങിയത്. ശാന്ത സ്വഭാവത്തിനും രംഗനാഥൻ പേരെടുത്തിരുന്നു. തൃശൂർ പൂരത്തിന് ഏറെക്കാലം തിരുവമ്പാടിക്ക് വേണ്ടി തിടമ്പെടുത്തിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് തിടമ്പെടുത്തു നിൽക്കവേ പാലിയം ഗോവിന്ദൻ എന്ന ആനയുടെ കുത്തേറ്റാണ് രംഗനാഥൻ ചെരിഞ്ഞതെന്ന് ചരിത്രം പറയുന്നു. എത്ര പൂരം കഴിഞ്ഞാലും രംഗനാഥൻ തൃശൂരിന്റെ മണ്ണിലുണ്ടാകും. ചെരിഞ്ഞ് നൂറ്റാണ്ട് തികയുമ്പോഴും തന്റെ പെരുമയുടെ കാലം ചൂണ്ടിക്കാട്ടി രംഗനാഥൻ മ്യൂസിയത്തിൽ തന്നെയുണ്ടാകും. TCV, തൃശൂർ. അണിയറ. കരിവീരക്കൂട്ടങ്ങളുടെ മസ്തകത്തിൽ അണിയിക്കാനുള്ള പൊൻപട്ടം അണിയറയിൽ ഒരുങ്ങുകയാണ്. പൂരപ്പെരുമയ്ക്ക് മാറ്റുകൂട്ടാൻ തിരുവമ്പാടിയും പാറമേക്കാവും ഇക്കുറി മത്സരിച്ചാണ് നെറ്റിപ്പട്ടം തയ്യാറാക്കുന്നത്. ആനച്ചന്തത്തിന് മാറ്റുകൂട്ടുന്നത് പത്തരമാറ്റുള്ള നെറ്റിപ്പട്ടമാണ്. പൊന്നിൻ തിളക്കമാർന്ന നെറ്റിപ്പട്ടമണിഞ്ഞ് തലയുയർത്തി നിൽക്കുന്ന ഗജവീരന്മാർ പൂരപ്രേമികളുടെ മനം കവരുന്നുവെന്ന് മാത്രമല്ല, ഉത്സവ കാഴ്ചകളിൽ തന്നെ അത് ഏറ്റവും സ്വർണശോഭ വിടരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യമായി മാറുകയും ചെയ്യുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ സ്വർണത്തലയെക്കെട്ട് ഒരുക്കാൻ പതിറ്റാണ്ടുകളായി ചുക്കാൻ പിടിക്കുന്നത് കുന്നത്തങ്ങാടി സ്വദേശി വസന്തനാണ്. എല്ലാ നെറ്റിപ്പട്ടം തൃശ്ശൂർ പൂരത്തിന് പുതുക്കി പണിയും. അതിൽ ഒരു ചൂരപ്പുളിയും 2 നാഗവടം, ബാക്കി 12 നെറ്റിപ്പട്ടം വണ്ടോടാണ്. തിരുവമ്പാടിക്ക് വേണ്ടി സ്വർണ്ണവർണ്ണ തലയെക്കെട്ട് തീർക്കുന്നത് അരനാട്ടുകര സ്വദേശി പുരുഷോത്തമനും. ഞങ്ങൾ ഏകദേശം 2-2.5 മാസത്തോളമായി ജോലി ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഗജവീരന്റെ കറുപ്പഴകിനും തലയെടുപ്പിനും തങ്കശോഭ പകരുന്ന നെറ്റിപ്പട്ടം പൊൻപട്ടമാക്കിയെടുക്കുന്നതിനു പിന്നിൽ നിരവധി ആളുകളുടെ ദിനരാത്രങ്ങൾ നീളുന്ന കഠിന പരിശ്രമം ആവശ്യമാണ്. ഒരു നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ ചുരുങ്ങിയത് 18 ദിവസമെങ്കിലും വേണം. നെറ്റിപ്പട്ടങ്ങളിലുമുണ്ട് സ്പെഷ്യലുകൾ. തിടമ്പേറ്റുന്ന ആനയെ അണിയിക്കുന്ന നെറ്റിപ്പട്ടമാണ് ചൂരൽപ്പൊളി. ഇടത്തും വലത്തും നിൽക്കുന്ന 2 ആനകൾക്ക് നാഗപടവും മറ്റ് കൂട്ടാനകൾക്ക് വണ്ടോട് തലയെക്കെട്ടുമാണ് നിർമ്മിക്കുന്നത്. തിടമ്പേറ്റുന്ന ആനയുടെയും 2 കൂട്ടാനകളുടെയും നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ 80,000 രൂപയോളമാണ് ചിലവ്. മറ്റ് ആനകളുടെ നെറ്റിപ്പട്ടത്തിന് 75,000 രൂപയോളവും ചിലവ് വരും. ചാക്ക്, ചുവപ്പ്, ജഗന്നാഥൻ എന്നിവ ഉപയോഗിച്ച് തുടങ്ങുന്ന നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ കുമിളകൾ, വട്ടക്കിണ്ണം, എടക്കിണ്ണം, കൂമ്പക്കിണ്ണം, ചന്ദനക്കല, ചൂരൽപ്പൊളി എന്നിവ കൂടി തുന്നിച്ചേർക്കുന്നതോടെ അതിന്റെ അഴക് വിടരുന്നു. ഒരു നെറ്റിപ്പട്ടത്തിൽ 6000-ഓളം കുമിളകൾ ഉണ്ടാകും. ഏത് നെറ്റിപ്പട്ടമായാലും 2 വട്ടക്കിണ്ണം, 1 കൂമ്പക്കിണ്ണം, 11 ചന്ദനക്കലകൾ, കുമിളകൾ എന്നിവ ഉണ്ടാകും. പൊടിപ്പും തൊങ്ങലും കാളാഞ്ചിയും തുന്നിച്ചേർക്കുന്നതോടെയാണ് നെറ്റിപ്പട്ടം പൂർണ്ണതയിലെത്തുന്നത്. പതിവിൽ കവിഞ്ഞ തിളക്കത്തോടെ, സുവർണശോഭയോടെ പൊന്നിൻ നെറ്റിപ്പട്ടങ്ങൾ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. ഇനി ഈ പൊൻപട്ടങ്ങൾ അണിഞ്ഞാകും ഗജവീരകേസരികൾ പൂരനഗരിയിലെത്തുക. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. മയിൽപീലി കണ്ണുകളാൽ അലങ്കൃതമായ ആലവട്ടവും വെൺപ്രഭ ചുരിയുന്ന വെഞ്ചാമരവും അണിയറയിൽ ഒരുങ്ങുന്നു. മേളത്തിന്റെ താളപ്പെരുക്കങ്ങൾ കാണികളിൽ ആവേശം നിറയ്ക്കുമ്പോൾ ആലവട്ട ചാമരങ്ങൾ ആനപ്പുറമേറും. താളപ്പെരുക്കങ്ങൾ കൊട്ടിക്കയറുമ്പോൾ പൂരപ്രേമികളിൽ ആവേശം നിറച്ച് നെറ്റിപ്പട്ടം കെട്ടിയ കരിവീരക്കൂട്ടങ്ങളുടെ മുകളിൽ ആലവട്ട ചാമരങ്ങൾ വാനോളം ഉയർന്നു പൊങ്ങും. വെള്ളി വെളിച്ചത്തിൽ വെൺപ്രഭ ചൊരിഞ്ഞ വെൺചാമരങ്ങളും
ആനച്ചന്തത്തിന് അഴകു പകർന്ന ആലവട്ടങ്ങളും വീശി ഉയരുമ്പോൾ പൂരമാസ്വാദകർ ആഹ്ലാദത്തിന്റെ നെറുകയിലെത്തും. അഴകും തനിമയും ഇടകലർന്ന ആലവട്ടച്ചാമരങ്ങളുടെ കരവിരുതിൽ ഇത്തവണയും ചാത്തനാത്ത് കുടുംബക്കാരുടെ പ്രയത്നമുണ്ട്. പാറമേക്കാവിനു വേണ്ടി പ്രൊഫസർ ചാത്തനാത്ത് മുരളീധരനും തിരുവമ്പാടിക്ക് വേണ്ടി കടവത്ത് ചന്ദ്രനുമാണ് ഇക്കുറിയും ആലവട്ട വെഞ്ചാമരങ്ങൾ ഒരുക്കുന്നത്. പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പാറമേക്കാവ് വിഭാഗം ആലവട്ടത്തിൽ ഇക്കുറി ചന്ദ്രക്കലയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കൂടാതെ ചന്ദ്രക്കലയ്ക്ക് ചുറ്റും ചെറിയ ആലവട്ടങ്ങൾ. 15 ദിവസമെടുത്താണ് പ്രധാന ആലവട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. കൂട്ടാനകൾക്ക് താമരമുട്ട ആകൃതിയാണ് നൽകിയിട്ടുള്ളത്. തിരുവമ്പാടി വ്യത്യസ്തതയിൽ ഒട്ടും പിറകിലല്ല. പാലക്കാകൃതിയിൽ വർണ്ണചാരുത പകരുന്ന പ്രധാന ആലവട്ടവും കൂട്ടാനകൾക്ക് പൂവിന്റെ ആകൃതിയിലുള്ള ആലവട്ടവുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കൃത്യത നിറഞ്ഞ കൈത്തുന്നലാണ് ആലവട്ട നിർമ്മാണത്തിന്റെ പ്രത്യേകതയെങ്കിൽ യാക്ക് എന്ന ചെമ്മരിയാടിന്റെ രോമം ചീകി മിനുക്കിയാണ് വെൺചാമരങ്ങൾ നിർമ്മിക്കുന്നത്. 5 ദിവസമെടുത്താണ് ഒരു ചാമരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. ഓരോ തവണയും ആവേശത്തിരയിൽ കൊമ്പന്മാരുടെ പുറത്ത് ആലവട്ട ചാമരങ്ങൾ വീശി ഉയരുമ്പോൾ ഒളിമങ്ങാത്ത ചരിത്ര മുഹൂർത്തത്തിന് ഒരിക്കൽ കൂടി പൂരനഗരം സാക്ഷിയാകും. കൾച്ചർ ഡെസ്ക് TCV. പൂരത്തിലെ ആനക്കാരണവർ ഇത്തവണയും ഉണ്ടാകും. തലയെടുപ്പോടെ എത്തുന്ന ആ ഗജവീരൻ പാറമേക്കാവ് രാജേന്ദ്രനാണ്. പ്രായം 71. എന്നാലും തലയെടുപ്പിൽ ഒട്ടും പിറകിലല്ല ഈ കരിവീരൻ. 61 വർഷമായി തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളിൽ രാജേന്ദ്രനും ഭാഗമാണ്. പാറമേക്കാവിലമ്മയുടെ ദാസനായി രാജേന്ദ്രനെത്തിയത് 10ാം വയസ്സിൽ. 1953 അത്. ഒരാന പോലും ഇല്ലാതിരുന്ന അന്ന് ദേശത്തിന്റെ മോഹവും സ്വപ്നവുമായിരുന്നു സ്വന്തമായി ഒരു ആന. ഒടുവിൽ പണം സ്വരൂപിച്ച് കണ്ടെത്തിയ ആന പത്തിരിപ്പാല പുലാഞ്ചേരി മനയിൽ നിന്നായിരുന്നു. നിലമ്പൂർ കാട്ടിൽ നിന്നും കിട്ടിയ ലക്ഷണമൊത്തവൻ അവൻ രാജേന്ദ്രൻ. നീണ്ട തുമ്പിക്കൈ, ഉയർന്ന മസ്തകം, മനോഹരമായ ചെവികൾ, ശാന്ത സ്വഭാവം. രാജേന്ദ്രൻ പാറമേക്കാവിലമ്മയ്ക്ക് നടയിരുത്തപ്പെട്ടു. അന്നു മുതൽ പൂരച്ചടങ്ങുകളിൽ രാജേന്ദ്രനുമുണ്ട്. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത് 30-ലധികം തവണ. വെടിക്കെട്ട് കണ്ടാൽ കുലുങ്ങാത്തവനാണ് രാജേന്ദ്രൻ. ഇതുമൂലം പൂരം പുലർച്ചെ വെടിക്കെട്ടിനെ മണികണ്ഠനാൽ പന്തലിൽ ഭഗവതിയുടെ തിടമ്പ് വഹിക്കാനുള്ള ചുമതല രാജേന്ദ്രനായിരുന്നു. എന്നാൽ പ്രായാധിക്യം മൂലം അടുത്ത കാലത്ത് ആ പതിവില്ല. ഗജരത്ന പുരസ്കാരവും ഗജശ്രേഷ്ഠ പുരസ്കാരവും രാജേന്ദ്രനെ സമർപ്പിച്ചിട്ടുണ്ട്. പൂരങ്ങളുടെ പൂരത്തിലെ ആനക്കാരണവർ ഇത്തവണയുമുണ്ടാകും. തലയെടുപ്പോടെ തന്നെ. TCV, തൃശൂർ. പൂരക്കാഴ്ച. പൂരത്തെ വരവേൽക്കാൻ തേക്കിൻകാട് ഒരുങ്ങി. പൂരത്തോടനുബന്ധിച്ച് ആനകളെ എഴുന്നള്ളിക്കുന്ന അവസരത്തിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയും സർക്കാരും പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സബ് കളക്ടർ മീർ മുഹമ്മദ് അലി നിർദ്ദേശം നൽകി. മുൻകാലങ്ങളിൽ ഇടഞ്ഞ് ആളപായം വരുത്തിയിട്ടുള്ള ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല. വെടിക്കെട്ട് നടത്തുന്ന അവസരത്തിൽ വിരണ്ടോടുന്ന ആനകളെയും സ്വതവേ വികൃതിയുള്ള ആനകളെയും ഇതിനായി ഉപയോഗിക്കരുതെന്ന് സബ് കളക്ടർ നിർദ്ദേശം നൽകി. ഇത്തരത്തിലുള്ള ആനകളെ 8, 9, 10 തീയതികളിൽ തൃശൂർ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. സുഹൃതമാം ജീവിതം സുന്ദരമാക്കാം. തലമുറകൾ കൈമാറിയ സത്യം. ന്യൂട്രിച്യൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അഭിനവ ബ്രൈഡൽ കളക്ഷൻസ് അറ്റ് പുളിമൂട്ടിൽ സിൽക്സ്. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ. സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്. ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ലക്ഷ്മി സ്റ്റോഴ്സ്. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. കോ സ്പോൺസർഡ് ബൈ പ്യൂമ ട്രേഡേഴ്സ്. പ്യൂമ കുടകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, റെയിൻകോട്ടുകൾ, ഇനിയെല്ലാം പ്യൂമ തന്നെ.
പൂരങ്ങളുടെ പൂരത്തിന് കേളികൊട്ടുമായി വിയൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ രംഗത്ത്. ജയിലിൽ ചെണ്ടമേളം അഭ്യസിച്ച അന്തേവാസികളുടെ അരങ്ങേറ്റം പൂരത്തലേന്ന് തടവറയെ പൂരപ്പറമ്പാക്കും. കയ്യെത്തും ദൂരത്ത് വിരുന്നെത്തുന്ന പൂരം കാണാനും ആസ്വദിക്കാനുമായില്ലെങ്കിലും ആ നഷ്ടബോധം ഇത്തവണ വിയൂർ ജയിലിലെ തടവുകാർ കൊട്ടിത്തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. മേളപ്രേമികളുടെ നാട്ടിലെ തടവറയ്ക്കുള്ളിലെ ജീവിതങ്ങൾക്ക് പുതിയ താളവും മേളക്കൊഴുപ്പും പകരുകയാണ് ഈ കലാഭ്യസനം. കാട്ടാളനെ കവിയും കാമുകനുമാക്കുന്ന കലാഹൃദയം ചെണ്ടമേളത്തിലൂടെ കലാ അഭ്യസനത്തിലൂടെ പകരാനുള്ള ശ്രമമാണിവിടെ. 5 മാസക്കാലമായി ഇവർ ചെണ്ട അഭ്യസിച്ചു തുടങ്ങിയിട്ട്. ജയിൽ വെൽഫെയർ ഓഫീസർ TG സന്തോഷും ചെണ്ട അഭ്യസനത്തിന് ഇവർക്കൊപ്പമുണ്ട്. പല്ലാവൂർ അപ്പുമാരാരുടെ മകനായ പ്രകാശൻ പഴമ്പലേക്കോടാണ് ഇവരെ മേളം അഭ്യസിപ്പിക്കുന്നത്. പാമ്പിൻ വിഷം കടത്തിയെന്ന കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന ഇക്വഡോർ സ്വദേശിയായ ജിമ്മി വിസന്റ അടക്കമുള്ളവരാണ് മേളപ്പെരുക്കത്തിനായി തയ്യാറെടുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടോടെ പൂരനഗരി പൂരാവേശത്തിൽ മുഴുകുന്ന വേളയിൽ സാമ്പിളിന് പിറ്റേന്ന് തടവറയിൽ പൂരനാളായി പ്രഖ്യാപിക്കാനാണ് ഇവരുടെ നീക്കം. പൂരത്തിന്റെ നാട്ടിൽ നിന്നും സാംസ്കാരിക നഗരിയിൽ നിന്നും തടവറയിൽ കഴിയുന്നവരുടെ മനസ്സിനെ നവീകരിക്കാനും കുറ്റവാസനകളിൽ നിന്നും മുക്തരാക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു കലാഭ്യസനം ഒരുക്കിയതെന്നും ഇത് കൂടുതൽ വിപുലീകരിച്ച് സമൂഹത്തിന് ഗുണകരമാകും വിധം പ്രയോജനപ്പെടുത്താനാകുമെന്നും ജയിൽ സൂപ്രണ്ട് A. ദേവദാസ് പറഞ്ഞു. ഒരുപാട് അന്തേവാസികൾ ഇത്തരം കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും അവരുടെ മാനസികമായിട്ടുള്ള പരിവർത്തനത്തിന് വളരെയധികം ഊന്നൽ നൽകും. കൂടാതെ ജയിലിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു നല്ല സഹകരണവും ഐക്യവും തടവുകാർ തമ്മിലുള്ളൊരു മാറ്റത്തിന് വഴിയൊരുക്കും. കാലക്രമേണ കുറേ അന്തേവാസികൾ ഈ രംഗത്തേക്ക് വരും. അവരുടെ ഒരു ട്രൂപ്പ് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്കിവിടെ ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ പർപ്പസുകൾ, അതായത് പ്രത്യേകിച്ചിട്ടുള്ള പരിപാടികളിലും സ്കൂളുകൾ കുട്ടികളുടെ ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികളുടെ പരിപാടിക്കൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ കൊണ്ടുപോകാം. പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ചപ്പാത്തി നിർമ്മാണവുമടക്കം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വിയൂർ ജയിലിൽ നിന്ന് പുതിയ ഒരു ഉദ്യമത്തിനുകൂടെ ഇതോടെ തുടക്കമാവുകയാണ്. നേരത്തെ ചിത്രരചനാ പരിശീലനമടക്കമുള്ള കലാഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി നടത്തിയിരുന്നുവെങ്കിലും ജയിലിനുള്ളിലെ കലാപഠനവും കലാവതരണവും ഇതാദ്യമായാണ് അരങ്ങേറുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവരടങ്ങിയ മിശ്രിത സംസ്കാരം നിറഞ്ഞ ജയിലറയെ കൂട്ടായ്മയുടെയും പാരസ്പര്യത്തിന്റെയും താളക്രമത്തിലേക്ക് നയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. പൂരത്തലേന്ന് സംഗീത സംവിധായകൻ വിദ്യാധര മാസ്റ്ററാണ് ഇവരുടെ അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്യുക. കലാകൂട്ടായ്മയിലൂടെ മാനവികത വിളംബരം ചെയ്യുന്ന തൃശൂർ പൂരത്തിന്റെ അതേ സന്ദേശത്തിന് പൂരത്തലേന്ന് തങ്ങളുടേതായ രീതിയിൽ മേളക്കൊഴുപ്പ് പകരാനാണ് ഇവിടെയുള്ള അന്തേവാസികളും അധികാരികളും ഒരുപോലെ ശ്രമിക്കുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം നാളെ വൈകിട്ട് 5:30 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് വൈകിട്ട് 7 മുതലും TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇടവേള. വാർത്തയിലേക്ക്. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 10 മുതൽ 18 വരെ വസന്തോത്സവം സംഗീത പരിപാടി സംഘടിപ്പിക്കും. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കുന്ന വസന്തോത്സവം ദിവസവും വൈകിട്ട് 6:30-നാണ് അരങ്ങേറുക. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ദിവസമായ 10-ന് കർണാടക സംഗീത രംഗത്തെ യുവ സാന്നിധ്യമായ TM കൃഷ്ണയുടെ സംഗീത കച്ചേരി അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ മാമ്പലം സഹോദരിമാരായ വിജയലക്ഷ്മി ചിത്ര, P. ഉണ്ണികൃഷ്ണൻ, ശങ്കർ മഹാദേവൻ, KS ചിത്ര, കലാനിധി TN ശേഷഗോപാലൻ, അഭിഷേക് രഘുറാം എന്നിവരുടെ സംഗീത കച്ചേരികൾ അരങ്ങേറും. 13-ന് കലൈമാമണി രാജേഷ് വൈദിയുടെ വീണ കച്ചേരിയും 15-ന് നർമ്മദ ഗോപാലകൃഷ്ണന്റെ വയലിൻ കച്ചേരിയും ഉണ്ടാകും. സ്വർണ്ണവസ്ത്ര വ്യാപാര രംഗത്ത് പ്രശസ്തരായ കല്യാൺ ജ്വല്ലേഴ്സ്, കല്യാൺ സിൽക്സ് എന്നീ സ്ഥാപനങ്ങളാണ് സാംസ്കാരിക പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത്. പാവറട്ടി തിരുനാൾ വിശേഷങ്ങൾ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെക്കുന്നതിനുള്ള രൂപക്കൂട് അലങ്കാരങ്ങൾ പൂർത്തിയാകുന്നു. കുന്നത്തങ്ങാടി സ്വദേശി ചാഴൂർ എട്ടുപറമ്പിൽ പൗലോസിന്റെ മകൻ ലോറൻസിന്റെ നേതൃത്വത്തിലാണ് വർണ്ണക്കടലാസുകൾ പൊതിഞ്ഞ് രൂപക്കൂട് മനോഹരമാക്കുന്നത്. പിതാവിനൊപ്പം വന്ന് കൗതുകത്തോടെ അലങ്കാരപ്പണികൾ കണ്ടുപഠിച്ച ലോറൻസിന്
ഇന്ന് രൂപക്കൂട് അലങ്കാരം ഒരു നിയോഗമാണ്. ഒരു ജോലി എന്നതിനേക്കാൾ വ്രതശുദ്ധിയോടെയുള്ള കർമ്മവും നിയോഗവുമാണ് ലോറൻസ് രൂപക്കൂട് അലങ്കാരം കാണുന്നത്. പല ദേവാലയങ്ങളിലും നവീന രീതിയിലുള്ള കനം കുറഞ്ഞ രൂപക്കൂടുകൾ സ്ഥാനം പിടിച്ചെങ്കിലും പാരമ്പര്യമുള്ള പഴയ ദേവാലയങ്ങളിൽ ഇപ്പോഴും മരം കൊണ്ടുള്ള കനം കൂടിയ രൂപക്കൂടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ യൗസേപ്പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ്ലീഹായുടെയും തിരുസ്വരൂപങ്ങൾ ഭക്തജനങ്ങൾക്ക് വണങ്ങുന്നതിനായി ഈ രൂപക്കൂട്ടിലാണ് വയ്ക്കുക. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെയുള്ള തിരുനാൾ ഗാനപൂജയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ച രൂപക്കൂടുകൾ വഹിച്ചുകൊണ്ടാണ് ഭക്തി നിർഭരവും ആകർഷകവുമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുക. കമനീയമായി അലങ്കരിച്ച പ്രദക്ഷിണ വീഥിയിലൂടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം പുറപ്പെടുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാമന്ത്രം ഉരുവിട്ട് പ്രദക്ഷിണ വീഥിയുടെ ഇരുഭാഗത്തും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒത്തുകൂടുക. പാവറട്ടി തിരുനാളിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തി. പഞ്ചായത്തിലെ ഹോട്ടലുകൾ, ബേക്കറികൾ, പാനീയ കടകൾ എന്നിവിടങ്ങളിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത്. നിരവധി കടകളിൽ നിന്ന് കാലാവധി കഴിഞ്ഞതും പഴകിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 6 ഹോട്ടലുകൾക്കും 7 ബേക്കറികൾക്കും 1 മത്സ്യക്കച്ചവട സ്ഥാപനത്തിനും ആരോഗ്യവകുപ്പ് അധികൃതർ നോട്ടീസ് നൽകി. മനപ്പടിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക ഫാസ്റ്റ് ഫുഡ് സ്ഥാപനം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടപ്പിച്ചു. നിശ്ചിത നിബന്ധനകൾ പാലിക്കാതെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തീർത്ഥകേന്ദ്രം ഊട്ടുശാലയിലും ഹോട്ടലുകളിലും താൽക്കാലിക ഭക്ഷണ പാനീയ കടകളിലും ഭക്ഷണം പാകം ചെയ്യുന്നവരും വിതരണം ചെയ്യുന്നവരും ആരോഗ്യവകുപ്പ് നൽകുന്ന ഹെൽത്ത് കാർഡ് ധരിച്ചിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രോഗങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തി ഹെൽത്ത് കാർഡ് ലഭ്യമാക്കാൻ സ്ഥാപന ഉടമകൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കണം. ഹെൽത്ത് സൂപ്പർവൈസർ KS രാമൻ, മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ K മാഗി, MM സലീം, രവിചന്ദ്രൻ, AG ഷെറി എന്നിവരടങ്ങുന്ന സംഘം റെയ്ഡിന് നേതൃത്വം നൽകി. തിരുനാൾ ദിവസങ്ങളിൽ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യവകുപ്പ് സംഘം സേവനത്തിനും പരിശോധനകൾക്കുമായി 24 മണിക്കൂറും സമീപത്ത് ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയ കേസിൽ 44-കാരനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി തിരുവത്ത് ഷാജഹാനെയാണ് ഗുരുവായൂർ SCP R ജയചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം CI K സുദർശനും സംഘവും അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണിക്കാരനായ പ്രതി 2 വർഷത്തോളമായി ഭാര്യയോട് പിണങ്ങി ഇരിങ്ങപ്പുറത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്കാണ് താമസം. തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന തക്കം നോക്കി കുട്ടിയെ പ്രതി സ്വന്തം ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി 4 മാസത്തോളമായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടി ഗർഭിണിയായതോടെ ഗർഭഛിദ്രം നടത്താമെന്ന് വിശ്വസിപ്പിച്ച് ഏപ്രിൽ 30-ന് തട്ടിക്കൊണ്ടുപോയി ഗുരുവായൂരിലെ വാടക വീട്ടിൽ താമസിപ്പിച്ചു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് കുട്ടിയുമായി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുവായൂർ SI M ശശിധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ C ശ്രീകുമാർ, PS അനിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ KH അബു താഹിർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായ PK പ്രതിഭ, MB ഗീത എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പീഡനത്തിനിരയായ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതി നിർദ്ദേശപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻപാകെ ഹാജരാക്കി. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മോഷണക്കേസിലെ സ്ത്രീകൾ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 വനിതാ പോലീസുകാരെ സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവമുണ്ടായത്. വനിതാ പോലീസ് കസ്റ്റഡിയിലെടുത്ത മാലമോഷണക്കേസിലെ പ്രതികളായ തമിഴ് സ്ത്രീകൾ സ്റ്റേഷനിലെ ഗ്രില്ല് തുറന്നാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ചാലക്കുടിയിൽ നിന്ന് പ്രതികളെ പിടികൂടിയിരുന്നു. ഗുണ്ടാപിരിവ് നൽകാതിരുന്ന സോമിൽ ഉടമയ്ക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ അഞ്ചേരി തോട്ടപ്പടി സെന്റ് തോമസ് സോമിൽ ഉടമ പുത്തൂർ സ്വദേശി കൊഴുക്കുള്ളിക്കാരൻ ജോസിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മില്ലിലെത്തിയ 3-അംഗ സംഘം പണം ആവശ്യപ്പെട്ടു. 500 രൂപ കൊടുത്തെങ്കിലും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സംഘം ജോസിനെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. നഴ്സസ് ആൻഡ് PH നഴ്സസ് വെൽഫെയർ ഫണ്ടിന്റെ 42-ാം വാർഷികവും നഴ്സസ് വാരാചരണവും മുളങ്കുന്നത്തുകാവിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ VV വീനസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗിരീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. മുളങ്കുന്നത്തുകാവ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വത്സമ്മ ജോസഫ്, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, ഡോക്ടർ KR ഗിരിജ, CK സത്യഭാമ, ഡോക്ടർ K ബാലഗോപാൽ, ഡോക്ടർ K മഹാദേവൻ, VR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു.
വാണിജ്യം. സംഗീതോപകരണ നിർമ്മാണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റിഥം മ്യൂസിക്കൽസിന്റെ പുതിയ ഷോറൂം തൃശൂർ കൊക്കാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊക്കാല മാർക്കറ്റിന് സമീപം മസ്ജിദ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കൈതപ്രം വിശ്വനാഥൻ നിർവഹിച്ചു. റിഥം മ്യൂസിക്കൽ സെയിൽസ് ആൻഡ് സർവീസ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ബെന്നി വെളുത്തേടത്ത്, സഹോദരനും നാഥം മ്യൂസിക്കൽ മാനേജിംഗ് ഡയറക്ടറുമായ ജോൺസൺ വെളുത്തേടത്ത്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഗീതോപകരണങ്ങളായ ചെണ്ട, തബല, മൃദംഗം, ഗിത്താർ, എടയ്ക്ക, ഉടുക്ക്, തിമില എന്നിവയ്ക്ക് പുറമെ വിളക്ക്, ഫ്ലവർ വേസ് എന്നിവയും ഇവർ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. കാസിയോ, റിഥം, ശ്രുതി ബോക്സ് എന്നിവയുടെ അംഗീകൃത ഏജന്റ് കൂടിയാണ് റിഥം മ്യൂസിക്കൽസ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746465648. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2825, വെള്ളി 10 ഗ്രാമിന് 480, തങ്കം ഗ്രാമിന് 3035. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരം പൂരലഹരിയിലേക്ക്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ. സാമ്പിൾ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ദുരന്ത നിവാരണ സേനയടക്കം 2750 പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി രംഗത്തുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്. കൺട്രോൾ റൂമിന് സമീപത്തായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷണർ. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ലിസ്റ്റായി. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി ശിവസുന്ദറും പാറമേക്കാവിനു വേണ്ടി പത്മനാഭനും തിടമ്പേറ്റും. മെയ് 16 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഗുണകരമായ പരിവർത്തനമുണ്ടാകുമെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജനപിന്തുണ കുറഞ്ഞെന്നും കൃഷ്ണദാസ്.